Good morning, dear students. Our next topic, trial and error method. Okay, ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമ്മൾ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മെത്തേഡ്സ് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ റെസിപ്രോക്കൽ ബേസിസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ റെസിപ്രോക്കൽ ബേസിസിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ഓവർഹെഡ് എക്സ്പെൻസസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റെസിപ്രോക്കൽ ബേസിസിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസിപ്രോക്കൽ ബേസിസിൻ്റെ കീഴിൽ വരുന്ന ഒരു ടൈപ്പാണ് എന്ത്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. സോ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ ഓവർഹെഡ് എക്സ്പെൻസസിനെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉണ്ടായിട്ടുള്ള ഓവർഹെഡ് എക്സ്പെൻസസിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും അതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമ്മൾ മെയിനായിട്ടും 2 സ്റ്റേജസിലൂടെയാണ് നമ്മൾ ഒരു ലാസ്റ്റ് വരുന്ന ടോട്ടൽ ഓവർഹെഡ് എക്സ്പെൻസസ് കണ്ടുപിടിക്കുക. ഓക്കെ, 2 സ്റ്റേജസ് ഉണ്ടായിരിക്കും, 2 സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കിവിടെ പ്രോബ്ലം ഒന്നും വർക്കൗട്ട് ചെയ്യാനില്ല, ജസ്റ്റ് തിയറി മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 2 സ്റ്റേജസിലൂടെയാണ് നമ്മൾ ടോട്ടൽ ഓവർഹെഡ് എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ഓർഗനൈസേഷനാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ഓർഗനൈസേഷനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ABC അങ്ങനെ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ഓവർഹെഡ് എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ABC 3 അതിൽ A എന്നുള്ളൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ആ A എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രൈമറി ഡിസ്ട്രിബ്യൂഷന് ശേഷം വന്നിട്ടുള്ള ഓവർഹെഡ് എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാത്രമായിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ A എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഓവർഹെഡ് എക്സ്പെൻസസ് അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് എന്ത് ചെയ്യുക, അടുത്തതിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് Bയിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് Bയിൽ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയായിരിക്കും നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് A ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് എക്സ്പെൻസസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഒരു പോർഷൻ ആർക്ക് വന്നിട്ടുണ്ടായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റ് Bക്ക് വന്നിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷന് ശേഷം Bക്ക് വന്നിട്ടുള്ള ഓവർഹെഡ് എക്സ്പെൻസസിൻ്റെ കൂടെ എന്ത് ചെയ്യണം, A എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൂടെ അപ്പോർഷൻ ചെയ്ത് വന്നിട്ടുള്ള ഓവർഹെഡ് എക്സ്പെൻസസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിന് ശേഷമാണ് ആ എമൗണ്ട് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതും ഏതിലേക്ക് മാത്രമേ അപ്പോർഷൻ ചെയ്യുള്ളൂ, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ ഉള്ളൂ ആ എമൗണ്ടും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ Bയുടെ കഴിഞ്ഞു. ഇനി Cൻ്റെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ ഓവർഹെഡ് എക്സ്പെൻസസ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ബാക്കിയുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമായിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ബിലോ 10 ആവുന്നത് വരെ, അതായത് എമൗണ്ട് വിൽ ബി ടു ലാർജ്, അവിടെ വരുന്ന ഓവർഹെഡ് എക്സ്പെൻസസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉണ്ടാകുന്ന ഓവർഹെഡ് എക്സ്പെൻസസ് വെരി സ്മോൾ ഫിഗർ ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ബിലോ 10 ആവുന്നത് വരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് കിട്ടുന്നവരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ എമൗണ്ട് കോളൊക്കെ ടോട്ടൽ ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഓവർഹെഡ് എക്സ്പെൻസസിനെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഉണ്ടായിട്ടുള്ള ഓവർഹെഡ് എക്സ്പെൻസസിനെ നമുക്ക് ടോട്ടൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് എന്ത്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർഹെഡ് എക്സ്പെൻസസ്. ആ ടോട്ടൽ ഓവർഹെഡ് എക്സ്പെൻസസിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാത്രമായിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ 2 പ്രോസസ്സാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർഹെഡ് എക്സ്പെൻസസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമായിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. അതിനുശേഷം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ ഓവർഹെഡ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ഓവർഹെഡ് എക്സ്പെൻസസിനെ നമ്മൾ ബാക്കി വരുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാത്രമായിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് എന്തിൽ വരുന്നത്, ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് തിയറി ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം, എന്നിട്ട് ടെക്സ്റ്റ് നോക്കിയിട്ട് അത് പഠിക്കാം. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ, പ്രോബ്ലം നമുക്ക് ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെത്തേഡ്സ് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചായിരുന്നു, അല്ലേ? അപ്പോൾ ദ മെത്തേഡ്സ് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 2. ഫസ്റ്റ് വൺ അപ്പോർഷൻമെൻറ്റ് ഓൺലി ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സെക്കൻഡ് വൺ അപ്പോർഷൻമെൻറ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ അപ്പോർഷൻമെൻറ്റ് ഓൺലി ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതായത് ഡയറക്റ്റ് മെത്തേഡാണ് അവിടെ. അതായത് അവിടെ എന്താ നമ്മൾ പറഞ്ഞത്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉണ്ടായിട്ടുള്ള ടോട്ടൽ ഓവർഹെഡ് എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാത്രമായിട്ട്
അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞത്. അല്ലാതെ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ അതാണ് ചെയ്തത്. ഇനി അടുത്തത് പറഞ്ഞത് അപ്പോർച്ച്മെൻറ്റ് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതിലെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? അപ്പോർച്ച്മെൻറ്റ് പ്രൊഡക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓവർ ഹെഡ് എക്സ്പെൻസസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും അതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് the apportionment, production and service departments are again classified into two. First one, non-reciprocal basis, and second one, reciprocal basis. Okay, non-reciprocal basis are also known as step ladder method. Non-reciprocal basis is step ladder method എന്ന് കൂടെ പറയുന്നുണ്ട്. ഈ നോൺ റെസിപ്രോക്കൽ ബേസിസിൽ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്തെങ്കിലും ഒരു സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോസ്റ്റും നമുക്ക് ഉണ്ടായിട്ടുള്ളത് അവർക്ക് സർവീസ് കൊടുത്തുകൊണ്ടാണ് ആ ഒരു കോസ്റ്റും കൂടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഓവർ ഹെഡ് എക്സ്പെൻസസ് മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? അവിടുന്ന് തിരിച്ച് കിട്ടുന്ന സർവീസസ് ഒന്നും നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് നോൺ റെസിപ്രോക്കൽ ബേസിസിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് റെസിപ്രോക്കൽ സർവീസ് മെത്തേഡാണ് അല്ലേ? റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ റിസീവ് ചെയ്യുന്നതും രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നോൺ റെസിപ്രോക്കൽ ബേസിസിൽ എന്താണ്? സർവീസസ് കൊടുക്കുന്നത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, റിസീവ് ചെയ്യുന്നത് എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. പക്ഷേ റെസിപ്രോക്കൽ ബേസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ അവിടെ നിന്ന് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുന്നുണ്ട്? അത് രണ്ടും ഈ റെസിപ്രോക്കൽ ബേസിസിൽ കൺസിഡർ ചെയ്യും. പിന്നെ റെസിപ്രോക്കൽ ബേസിസ് ആർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു 3. ഫസ്റ്റ് വൺ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ദെൻ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, ആൻഡ് തേർഡ് വൺ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോൾ ഈ റെസിപ്രോക്കൽ ബേസിസിനെ വീണ്ടും 3 ക്ലാസിഫിക്കേഷനാക്കി. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? അവിടെ നമ്മൾ ആദ്യം സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരുന്നു? ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഒരു ഇക്വേഷൻസ് ഫോം ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഓവർ ഹെഡ് എക്സ്പെൻസസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്തത് അല്ലേ? ദെൻ അടുത്തത് പറഞ്ഞത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു നമ്മുടെ ടോട്ടൽ കോസ്റ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഓവർ ഹെഡ് എക്സ്പെൻസസ് എക്സോസ്റ്റഡ് ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഫിഗേഴ്സ് ബിക്കം ടു സ്മോൾ, ചെറിയ ഫിഗേഴ്സ് ആവുന്നവരെ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പോർഷൻ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു പ്രോസസ്സാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ലാസ്റ്റ് വൺ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇത്രയാണ് മെത്തേഡ്സ് ഓഫ് റീഅപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എക്സ്പെൻസസിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിതിന് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, തിയറീസ് പഠിച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സിനെ കുറിച്ചാണ്. ഓക്കെ, അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഇൻ ഓവർ ഹെഡ് അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജസ് ആണ്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെപ്സ് ഇൻ ഓവർ ഹെഡ് അക്കൗണ്ടിങ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ്, സെക്കൻഡ് വൺ കോഡിഫിക്കേഷൻ, കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്, ദെൻ അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്, ഫോർത്ത് വൺ റീഅപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ്, ആൻഡ് ലാസ്റ്റ് വൺ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ഡിസ്കസ് ചെയ്തു, അതുപോലെ കോഡിഫിക്കേഷൻ കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് ഡിസ്കസ് ചെയ്തു, അതുപോലെ അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്, അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ദെൻ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ആൻഡ് ലാസ്റ്റ് വരുന്ന പ്രോസസ്സാണ്, ലാസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. ഓക്കെ, അപ്പോൾ ഈ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്താ നമുക്ക് നോക്കാം. അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് കിട്ടി? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ ടോട്ടൽ ഓവർ ഹെഡ് കിട്ടി. അതിനുശേഷം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉണ്ടായിട്ടുള്ള ഓവർ ഹെഡ് എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും റീഅപ്പോർഷൻ ചെയ്ത് കൊടുത്തു. അതാണ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്തത്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഓവർ ഹെഡ് കിട്ടി, അതായത് പ്രൊഡക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഉണ്ടായിരുന്ന, അതായത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന് ശേഷം സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് എന്താ കിട്ടുന്നത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഉണ്ടായിട്ടുള്ള ഓവർ ഹെഡ് എക്സ്പെൻസസ് ആണ് കിട്ടുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന് ശേഷം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഉണ്ടാകുന്ന ടോട്ടൽ ഓവർ ഹെഡ് 0 ആയിരിക്കും അല്ലേ? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒന്നും ഉണ്ടായിരിക്കില്ല, ഓവർ ഹെഡ് എക്സ്പെൻസസ് ഉണ്ടായിരിക്കില്ല. കാരണം എന്താണ്? നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓവർ ഹെഡ് എക്സ്പെൻസസ് മൊത്തം ആർക്ക് റീഅപ്പോർഷൻ ചെയ്ത് കൊടുത്തു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് റീഅപ്പോർഷൻ ചെയ്തു. സോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ് എക്സ്പെൻസസ് 0 ആയിരിക്കും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്തുണ്ടായിരിക്കും?
ഓവർ ഹെഡ് എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ ഓവർ ഹെഡ് ടോട്ടൽ കോസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷന് ശേഷം നമുക്ക് എന്ത് കിട്ടി? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ടോട്ടൽ കോസ്റ്റ് കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ചെയ്യുന്നത് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഉണ്ടായിരിക്കുന്ന ഓവർ ഹെഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ കോസ്റ്റ് നമ്മൾ റിക്കവർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് അതിൻ്റെ ആ ഒരു ചാർജ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓവർ ഹെഡ് എക്സ്പെൻസസ് നമ്മൾ റിക്കവർ ചെയ്യുന്നത്, നമുക്കുണ്ടാകുന്ന കോസ്റ്റ് നമ്മൾ റിക്കവർ ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റിലൂടെയാണ് അല്ലേ. സോ നമുക്കുണ്ടാകുന്ന കോസ്റ്റിൻ്റെ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ എക്സ്പെൻസസ് നമ്മുടെ കോസ്റ്റ് നമ്മൾ റിക്കവർ ചെയ്യുന്നത്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇപ്പോൾ എന്താണ്? ഓവർ ഹെഡ് എക്സ്പെൻസസ് 0 ആണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എന്തുണ്ടായിരിക്കും? ഓവർ ഹെഡ് എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്തുണ്ട്? ഔട്ട്പുട്ട് ഉണ്ട്. സോ അവർക്ക് എന്ത് ചെയ്യാം? അവർക്കുണ്ടായിട്ടുള്ള ഓവർ ഹെഡ് എക്സ്പെൻസസ് അവരുടെ ഔട്ട്പുട്ടിലേക്ക് ചാർജ് ചെയ്തുകൊണ്ട് അവരുടെ എക്സ്പെൻസസ് അവർക്ക് റിക്കവർ ചെയ്യാം. അങ്ങനെ അവർക്കുണ്ടായിട്ടുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉണ്ടായിട്ടുള്ള ഓവർ ഹെഡ് എക്സ്പെൻസസ് അവരുടെ പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ്സാണ് എന്ത്? അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്റ്റിലൂടെ എത്ര പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയത് അതിലെന്ത് ചെയ്യണം? ഈ ടോട്ടൽ ഓവർ ഹെഡ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡക്റ്റാണോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ യൂണിറ്റിലേക്ക് ആ പ്രൊഡക്ട്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ടോട്ടൽ ഓവർ ഹെഡ് എക്സ്പെൻസസിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ചെയ്ത് കൊടുത്തതിന് ശേഷം അബ്സോർപ്ഷൻ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ യൂണിറ്റ്സിലും ഓവർ ഹെഡിൻ്റെ പാർട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും അല്ലേ. എല്ലാ യൂണിറ്റിലേക്കും, അതായത് നമ്മൾ എത്ര യൂണിറ്റാണോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആ യൂണിറ്റിലേക്കൊക്കെ ഇതിൻ്റെയായിരിക്കും ഈ ഓവർ ഹെഡ് എക്സ്പെൻസസ്. എല്ലാ യൂണിറ്റിലേക്കും ഓവർ ഹെഡ് എക്സ്പെൻസിൻ്റെ ഒരു ചെറിയ സ്മോൾ പാർട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അതാണ് എന്ത്? ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. അതായിരിക്കും എന്ത്? ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഓർഗനൈസേഷന് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായിട്ടുണ്ടാകുന്ന ഒരുപാട് ചിലവുകളുണ്ട്. അതാണ് എന്ത്? നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ടോട്ടൽ ഓവർ ഹെഡായിട്ട് നമുക്ക് സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷനിലൂടെ കിട്ടിയത്. അപ്പോൾ ആ ഒരു ഓവർ ഹെഡ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിലേക്ക് എത്ര യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടാണോ അവർ പ്രൊഡ്യൂസ് ചെയ്തത് ആ യൂണിറ്റുകളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഓവർ ഹെഡ് എക്സ്പെൻസസ് ടോട്ടൽ ഓവർ ഹെഡ് എക്സ്പെൻസസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ യൂണിറ്റിലേക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഓവർ ഹെഡ് എക്സ്പെൻസസിൻ്റെ ഒരു പോർഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും, ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതാണ് എന്ത്? ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതായിരിക്കും. ഓക്കെ, അതാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറയുന്നത് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് റിഫേഴ്സ് ദി പ്രോസസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ് ഓഫ് എ കോസ്റ്റ് സെൻറ്റർ ടു ഇറ്റ്സ് കോസ്റ്റ് യൂണിറ്റ്സ്. ഇറ്റ് ഈസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അപ്പോർച്ച്മെൻറ്റ്. അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് ഈസ് ആൾസോ നോൺ ആസ് റിക്കവറി ഓഫ് ഓവർ ഹെഡ്സ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ്. അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സിന് നമ്മൾ റിക്കവറി ഓഫ് ഓവർ ഹെഡ്സ് എന്നും അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് ടൈപ്സ് ഓഫ് ഓവർഹെഡ് റേറ്റ്സ് ആണ്. ടൈപ്സ് ഓഫ് ഓവർഹെഡ് റേറ്റ്സ്. ടൈപ്സ് ഓഫ് ഓവർഹെഡ്സ് റേറ്റിൽ മെയിനായിട്ടും 4 ടൈപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ആക്ച്വൽ ഓവർഹെഡ് റേറ്റ്, ദെൻ സെക്കൻഡ് വൺ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്, തേർഡ് വൺ സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ് ആൻഡ് ഫോർത്ത് വൺ സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ റേറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ആക്ച്വൽ ഓവർഹെഡ് റേറ്റ്. ആക്ച്വൽ ഓവർഹെഡ് റേറ്റ് എന്ന് പറയുമ്പോൾ ദിസ് റേറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദി ഓവർഹെഡ് എക്സ്പെൻസസ് ഇൻക്വയർഡ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ് ബൈ ദി ആക്ച്വൽ ക്വാണ്ടിറ്റി ഓർ വാല്യൂ ഓഫ് ദി ബേസ് സെലക്റ്റഡ്. എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ ആക്ച്വൽ ഓവർഹെഡ് റേറ്റ് നമുക്ക് കിട്ടുന്നത് ഓവർഹെഡ് ആ ഒരു ഇതിനുണ്ടായിട്ടുള്ള ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓർ വാല്യൂ ഓഫ് ബേസ്. നമുക്കുണ്ടായിട്ടുള്ള ഓവർഹെഡ് എക്സ്പെൻസസിനെ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആക്ച്വൽ ഓവർഹെഡ് റേറ്റ് അവിടെ കിട്ടുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്. പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബഡ്ജറ്റഡ് ഓവർഹെഡ് ഫോർ അക്കൗണ്ടിങ് പീരിയഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ബേസ് ഫോർ ദി പീരിയഡ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് കാണുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് ദിസ് റേറ്റ് ഡിറ്റർമൈൻഡ് ഇൻ അഡ്വാൻസ് ഓഫ് ദി ആക്ച്വൽ പ്രൊഡക്ഷൻ. It is computed by dividing the budgeted overheads for the accounting period. Budgeted overhead for accounting period by budgeted base for the
പീരിയഡ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് കിട്ടുന്നത്. ദെൻ തേർഡ് വൺ, സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ്. സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ വെൻ എ സിംഗിൾ റേറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഫോർ എ ഫാക്ടറി ആസ് എ ഹോൾ ഇറ്റ് ഈസ് കോൾഡ് സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ്. ഫാക്ടറിക്ക് മൊത്തത്തിലൊരു സിംഗിൾ റേറ്റ് ആണ് കണക്കാക്കുന്നതെന്നുണ്ടെങ്കിൽ കണക്കാക്കുമ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഫാക്ടറിക്ക് മൊത്തത്തിൽ ഒരു സിംഗിൾ ഒരൊറ്റ നിരക്കാണ് നമ്മൾ കണക്കാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ് എന്ന് പറയും. ദെൻ ഫോർത്ത് വൺ, സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ റേറ്റ്. അവിടെ എന്താണ്, വെൻ ഡിഫറെൻറ്റ് റേറ്റ്സ് ആർ അപ്ലൈഡ് ഫോർ ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ് ഇറ്റ് ഈസ് നോൺ ആസ് സെപ്പറേറ്റ് റേറ്റ്സ് ഓർ മൾട്ടിപ്പിൾ റേറ്റ്സ്. എന്താണ് അവിടെ പറയുന്നത്, നമ്മൾ സിംഗിൾ എന്താ പറഞ്ഞത്, ഫാക്ടറിക്ക് മൊത്തത്തിലൊരു സിംഗിൾ റേറ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്, സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് റേറ്റ്സ് ആർ അപ്ലൈഡ് ഫോർ ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ്. ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സിന് ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, ഡിപ്പാർട്ട്മെൻറ്റൽ ഓർ സെപ്പറേറ്റ് റേറ്റ് എന്ന് പറയും. അതിനെ സെപ്പറേറ്റ് റേറ്റ്സ് ഓർ മൾട്ടിപ്പിൾ റേറ്റ്സ് എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഓവർഹെഡ് റേറ്റ്സ്. Then what are the difference between absorption of overheads and apportionment of overhead? Okay, apportionment of overheadsഉം അതുപോലെ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സിൻ്റെയും ഡിഫറൻസ് ആണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അബ്സോർപ്ഷനിൽ പറയുന്നത് അപ്പോർഷൻമെൻറ്റിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റേഴ്സ്. ഇറ്റ് ഈസ് ദി അലോക്കേഷൻ ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് കോസ്റ്റ്. ഒരു കോസ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് ചെയ്യുന്നത് കോസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് അലോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അപ്പോർഷൻമെൻറ്റിൽ പറയുന്നത്. അബ്സോർപ്ഷനിൽ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ടു കോസ്റ്റ് യൂണിറ്റ്സ്. ഓവർഹെഡിനെ നമ്മൾ കോസ്റ്റ് യൂണിറ്റിലേക്ക് അലോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അബ്സോർപ്ഷനിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് സ്റ്റാർട്ട്സ് ബിഫോർ അബ്സോർപ്ഷൻ. അപ്പോർഷൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അബ്സോർപ്ഷൻ്റെ മുന്നെയാണ്, ബിഫോർ അബ്സോർപ്ഷൻ. ദെൻ അബ്സോർപ്ഷൻ വിൽ സ്റ്റാർട്ട്സ് ആഫ്റ്റർ അപ്പോർഷൻമെൻറ്റ്. അപ്പോർഷൻമെൻറ്റിന് ശേഷമാണ് ചെയ്യുന്നത് അബ്സോർപ്ഷൻ ചെയ്യുന്നത്. ശരിയല്ലേ? ദെൻ തേർഡ് വൺ എന്താ പറയുന്നത്, അപ്പോർഷൻമെൻറ്റിൽ സ്യൂട്ടബിൾ ഫോർ ഇക്വിറ്റബിൾ ബേസിസ് ആർ യൂസ്ഡ്. സ്യൂട്ടബിൾ ഓർ ഇക്വിറ്റബിൾ ബേസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോർഷൻമെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. അബ്സോർപ്ഷനിൽ പെർസെൻറ്റേജ് റേറ്റ്സ് ഓഫ് ഓവർഹെഡ്സ് ആർ യൂസ്ഡ്. പെർസെൻറ്റേജ് റേറ്റ്സ് ആണ് അബ്സോർപ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, but these are the main important difference between apportionment of overheads and absorption of overheads. Okay.